ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് തിരുസഭാ മാതാവ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുനാമത്തിൻ്റെ തിരുനാൾ സന്തോഷത്തോടെ കൊണ്ടാടുകയാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 1-ാം അധ്യായം 29 മുതൽ 34 വരെയുള്ള വാക്യങ്ങളാണ്. സ്നാപ യോഹന്നാൻ യേശുനാഥനെ കാണുമ്പോൾ ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നതാണ് സുവിശേഷ ഭാഗം. ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ പ്രത്യേകിച്ച് ഈ വാക്കുകളിൽ ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഈ വാക്കുകളിൽ ക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ പ്രത്യേകതയും ആ നാമത്തിൻ്റെ നിയോഗവും ആ നിയോഗത്തിന് വേണ്ടി അവിടെ നിന്ന് ഏറ്റെടുക്കേണ്ടി വന്ന അല്ലെങ്കിൽ അവിടെ നിന്ന് കൊടുക്കേണ്ടി വന്ന വിലയുടെ പ്രത്യേകതയും നമുക്ക് കാണാൻ സാധിക്കും. അപ്പം യഹൂദരുടെ ചരിത്രത്തിൽ ഈ യേശു എന്ന് പറയുന്ന നാമം അത് വളരെ സുപരിചിതമായ നാമമാണ്. ഇത് തൊട്ട് മുൻപ് യഹോവ എന്ന പദത്തിൽ നിന്നാണ് ഇത് വരുന്നത്. ജോഷുവ എന്ന വാക്കും ഈ പദത്തിൽ നിന്നാണ് വരുന്നത്. അപ്പം യേശുനാഥൻ എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ യഹോവ രക്ഷിക്കുന്നു, യഹോഷുവ എന്നൊക്കെ തന്നെയാണ്. അപ്പോൾ യഹോവ രക്ഷിക്കുന്നു എന്നാണ്. ഇപ്പോൾ രക്ഷകനായ യേശുവിനെ കുറിച്ചാണ് ഈ നാമം പറയുന്നത്. അപ്പോൾ ഈ നാമത്തിൻ്റെ പ്രത്യേകത യേശുനാഥൻ ജനിച്ചതിന് ശേഷമല്ല യേശുനാഥൻ ഈ പേര് ലഭിക്കുന്നത്. യേശുനാഥൻ ജനിക്കുന്നതിന് മുൻപ് തന്നെ മാലാഖ പ്രത്യക്ഷപ്പെട്ട് മറിയത്തോട് പറയുന്നുണ്ട് യേശുനാഥന് യേശു എന്ന് പേരിടണം. അപ്പോൾ ഇത് യേശുവിൻ്റെ നിയോഗമാണ്. ഈ നാമം യേശുനാഥൻ രക്ഷകനാണ്, യഹോവ രക്ഷിക്കും എന്നതിൻ്റെ നിയോഗമാണ്. അപ്പോൾ യേശുനാഥൻ ഈ നാമം ഈ നിയോഗത്തെ പൂർത്തീകരിക്കാനാണ് ജീവിതം നയിച്ചത്. അപ്പോൾ അവിടുന്ന് ജനിക്കുന്നതിന് മുമ്പേ അവിടത്തേക്ക് ഒരു നിയോഗം ഉണ്ടായി. ആ നിയോഗം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അവിടെ ജനിച്ചു. വീണ്ടും യഹൂദരുടെ ചരിത്രത്തിൽ രക്ഷകൻ എന്ന് പറയുമ്പോൾ അവർ കരുതിയിരുന്നത് വാളും കുന്തമൊക്കെ കൊണ്ട് യുദ്ധം നയിച്ച് യഹൂദരെ രക്ഷിക്കുന്നവരെ കുറിച്ചാണ്. എന്നാൽ യേശുനാഥൻ്റെ ജീവിത നിയോഗം അതായിരുന്നില്ല. അവിടുന്ന് പാപങ്ങളിൽ നിന്ന് മനുഷ്യരെ രക്ഷിക്കാൻ വന്നവനാണ്. അതാണ് യഹോവ രക്ഷിക്കുന്നു എന്ന പദം. അപ്പോൾ യേശുനാഥൻ ഈ നിയോഗത്തിന് വേണ്ടി വില കൊടുക്കേണ്ടി വന്നത് സ്വന്തം ജീവനാണ്. അതാണ് ഈ നേരത്തെ നമ്മൾ പറഞ്ഞ തിരുവചനത്തിൽ കാണുന്നത്. ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അപ്പോൾ ഈ കുഞ്ഞാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലപ്പെടേണ്ട, മരണം വരിക്കേണ്ട വ്യക്തി എന്നാണ് അർത്ഥം. അപ്പോൾ ഈ രണ്ട് വാക്യങ്ങൾ, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ഈ പാപങ്ങൾ നീക്കുന്നവൻ എന്ന പദം യേശുനാഥൻ്റെ നിയോഗമാണ്. അവൻ എങ്ങനെയാണ് പാപങ്ങൾ നീക്കം ചെയ്യാൻ പോകുന്നത്? അവൻ ആ നിയോഗത്തിന് കൊടുത്ത വില ഒരു കുഞ്ഞാടിനെ പോലെ ജീവിതം ഹോമിക്കുന്നവനാണ്, ജീവിതം ബലിയെ നൽകുന്നവനാണ്. അപ്പോൾ ഈ തിരുനാമം നമുക്കൊരു പ്രത്യേകം നൽകുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിന് ഓരോ നിയോഗമുണ്ട്. അപ്പോൾ ഈ നിയോഗം വിശുദ്ധിയോടുകൂടെ നയിക്കുന്നതിന് നമ്മൾ ചില വില കൊടുക്കേണ്ടി വരും. ക്രിസ്തു മരണം തന്നെ വരിച്ചതുപോലെ. അപ്പോൾ ആ വില കൊടുക്കുന്ന മനുഷ്യരാകുമ്പോഴാണ് യേശുനാഥൻ തൻ്റെ നിയോഗം പൂർത്തീകരിച്ചതുപോലെ നമുക്കും നിയോഗം പൂർത്തീകരിക്കാനാവുക. അപ്പോൾ ഈ നിയോഗം പൂർത്തീകരിക്കാൻ നമ്മൾ ഒറ്റയ്ക്കല്ല. യേശുവിൻ്റെ ശക്തമായ ഈ നാമത്തിൻ്റെ ബലവും കൃപയും നമുക്കുണ്ട്. തിരുസഭയിൽ തന്നെ വളരെ പഴയ കാലം തൊട്ട് പാരമ്പര്യമായി സഭാപിതാക്കന്മാർ, ഏറെ പ്രത്യേകിച്ച് മരുഭൂമിയിൽ കഴിഞ്ഞിരുന്ന സഭാപിതാക്കന്മാർ യേശുനാമത്തിൻ്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് ഒരു പ്രാർത്ഥന തന്നെ, ജീസസ് പ്രെയർ എന്നൊക്കെ പറയുന്ന ഒരു പ്രാർത്ഥന തന്നെ ഉണ്ടായിരുന്നു. യേശു പ്രാർത്ഥന എന്ന് പറയുന്നത്, കർത്താവ് യേശു ക്രിസ്തുവേ ദൈവപുത്ര പാപിയായ എന്നിൽ കരുണയായിരിക്കണമേ. ഈ പ്രാർത്ഥനയിൽ നിന്നാണ് നമ്മുടെ ദിവ്യബലിയിൽ ഉപയോഗിക്കുന്ന കർത്താവെ കനിയണമേ, ക്രിസ്തുവെ കനിയണമേ എന്ന പ്രാർത്ഥനയ്ക്ക് വന്നത്. അപ്പോൾ ഈ പ്രാർത്ഥന പോലും, ക്രിസ്തുവിൻ്റെ നാമത്തോടുള്ള ഈ പ്രാർത്ഥന, ഭക്തി നമ്മുടെ ജീവിത നിയോഗങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ബലവും കൃപയും നമുക്ക് നൽകുന്നതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിനും ഒരു നിയോഗമുണ്ട്. ആ നിയോഗം വെറുതെ പാഴാക്കി കളയാനുള്ളതല്ല. ആ നിയോഗത്തിനനുസരിച്ച്, അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്, ദൈവഹിതമാണ് ആ നിയോഗം. ആ നിയോഗത്തിന് വേണ്ടി വില കൊടുക്കുന്ന മനുഷ്യരായി നമ്മൾ മാറണം എന്നുകൂടെ യേശുനാഥൻ്റെ ഈ തിരുനാൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ യേശുവിൻ്റെ ശക്തമായ നാമത്തിൻ്റെ ബലവും കൃപയും നമുക്കുണ്ടാകുവാനും നമ്മുടെ നിയോഗങ്ങളെ പൂർത്തീകരിക്കുന്ന രീതിയിൽ, ദൈവം ഇഷ്ടം നിറവേറ്റുന്ന രീതിയിൽ ജീവിക്കാനുള്ള ബലത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കും.